പാഠത്തിൽ നമ്മൾ ആധുനിക ഇ-കൊമേഴ്സിന്റെ പരിണാമത്തെയും അതിന്റെ മാതൃകകളെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വിഷയം ക്രമമായി പഠിക്കുന്നതിനായി നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് മുന്നോട്ടു പോകുന്നത്. ആദ്യം നമുക്ക് ഇലക്ട്രോണിക് കൊമേഴ്സിന്റെ ഒരു ഔദ്യോഗിക നിർവചനം സ്ഥാപിക്കാം. അപ്പോ ഇ-കൊമേഴ്സ് എന്നത് ഇലക്ട്രോണിക് ശൃംഖലകൾ ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ വാണിജ്യ ഇടപാടുകളെയും ഉൾക്കൊള്ളുന്നു. അതായത് ഇലക്ട്രോണിക് ചാനലുകളിലൂടെ പ്രധാനമായും ഇന്റർനെറ്റ് വഴി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ പ്രക്രിയയാണിത്. ഇത് ബിസിനസ്സുകളും ഉപഭോക്താക്കളും തമ്മിൽ ഇടപെടുന്ന രീതിയിലുള്ള ഒരു അടിസ്ഥാനപരമായ മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. പരമ്പരാഗത വ്യാപാരത്തിൽ നിന്ന് കൂടുതൽ വേഗതയേറിയതും കാര്യക്ഷമവും ആഗോള സ്വഭാവമുള്ളതുമായ ഡിജിറ്റൽ ഫോർമാറ്റുകളിലേക്കുള്ള ഒരു മാറ്റം. ശരി, ഇനി ഇ-കൊമേഴ്സും പരമ്പരാഗത കച്ചവടവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇ-കൊമേഴ്സിന് പരമ്പരാഗത ബിസിനസ് ഘടനകളേക്കാൾ വ്യക്തമായ പ്രവർത്തനപരമായ നേട്ടങ്ങളുണ്ട്. 1. ഇത് 24/7 ലഭ്യമാണ്. 2. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എവിടെ നിന്നും ഇത് ആക്സസ് ചെയ്യാം. ഇതിന്റെയെല്ലാം ഫലമായി ഭൂമിശാസ്ത്രപരമായ പരിമിതികളെ മറികടക്കാൻ ഇ-കൊമേഴ്സിന് സാധിക്കുന്നു. അതേസമയം സാധാരണ കടകൾക്ക് നിശ്ചിത പ്രവർത്തന സമയമുണ്ട്, അവിടെ നേരിട്ട് പോകേണ്ടതുണ്ട്, മാത്രമല്ല അതിന് അതിന്റേതായ ഭൂമിശാസ്ത്രപരമായ പരിധികളുമുണ്ട്. അടുത്തതായി ഇ-കൊമേഴ്സിന്റെ ചരിത്രപരമായ പരിണാമത്തിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് കെട്ടിപ്പടുത്തതെന്ന് നോക്കാം. ഈ ടൈം ലൈൻ ആധുനിക ഇ-കൊമേഴ്സിനെ രൂപപ്പെടുത്തിയ പ്രധാന സംഭവവികാസങ്ങളെയാണ് കാണിക്കുന്നത്. 1960കളിൽ കമ്പനികൾ രേഖകൾ കൈമാറാൻ ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച്, അതായത് EDI ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ 1994ൽ നെറ്റ് മാർക്കറ്റ് എന്ന പ്ലാറ്റ്ഫോമിൽ ആദ്യത്തെ സുരക്ഷിതമായ ഓൺലൈൻ റീറ്റെയിൽ ഇടപാട് നടന്നു. 1995 ആയപ്പോഴേക്കും ഇന്റർനെറ്റിന്റെ വ്യാപകമായ ഉപയോഗത്തോടെ വെബ് കൊമേഴ്സിന് പ്രാധാന്യം ലഭിച്ചു. 2005ൽ സൈബർ മൺഡേ എന്ന പദം ഒരു പ്രധാന ഓൺലൈൻ ഷോപ്പിംഗ് ദിവസമായി മാറി. അവസാനം 2008ൽ ആദ്യമായി മൊബൈൽ ഫോണുകളിലൂടെ ഓൺലൈൻ പർച്ചേസുകൾ നടന്നു. അടുത്തതായി ഈ പരിണാമത്തിന് കാരണമായ പ്രത്യേക സാങ്കേതിക മുന്നേറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇ-കൊമേഴ്സിന്റെ വ്യാപനത്തിനും അത് എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനും ഈ 4 സാങ്കേതിക മുന്നേറ്റങ്ങൾ നിർണായകമായിരുന്നു. 1. സുരക്ഷിതമായ പേയ്മെന്റ് ഗേറ്റ്വേകളും എൻക്രിപ്ഷൻ പ്രോട്ടോക്കോളുകളും. 2. എവിടെ നിന്നും ഷോപ്പിംഗ് നടത്താനുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ. 3. ഉപഭോക്തൃ സ്വഭാവം മനസ്സിലാക്കുന്നതിനുള്ള ഡേറ്റ അനലിറ്റിക്സ് ടൂളുകൾ. 4. ആവശ്യാനുസരണം വികസിപ്പിക്കാവുന്ന ഇൻഫ്രാസ്ട്രക്ചറിനായുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോ ഇതിലെ നിർണായകമായ കാര്യമെന്തെന്നാൽ ഈ സാങ്കേതിക വിദ്യകൾ ചെറിയ ബിസിനസ്സുകൾക്ക് പോലും വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കിയെന്നതാണ്. ആഗോള വിപണികളിലേക്കുള്ള പ്രവേശന തടസ്സങ്ങൾ കുറച്ചുകൊണ്ട് ഇത് ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ SMEസിനെ ശാക്തീകരിച്ചു. അവസാനമായി ഇ-കൊമേഴ്സിന്റെ വിവിധ പ്രവർത്തന മാതൃകകളെ നമുക്ക് തരംതിരിക്കാം. ഇ-കൊമേഴ്സ് ഇടപാടുകളിൽ പങ്കെടുക്കുന്നവരെ അടിസ്ഥാനമാക്കി നിരവധി പ്രാഥമിക മാതൃകകളായി ഇതിനെ തരംതിരിക്കാം. ഡാറ്റ, സേവനങ്ങൾ അല്ലെങ്കിൽ പണം എന്നിവയുടെ കൈമാറ്റം നടക്കുന്നത് ഈ ഘടനാപരമായ മാതൃകകളിലൂടെയാണ്. ആദ്യത്തേതും ഏറ്റവും സാധാരണവുമായ മാതൃകയാണ് ബിസിനസ് ടു കൺസ്യൂമർ അഥവാ B2C. ഈ മാതൃകയിൽ ബിസിനസ്സുകൾ അവരുടെ സാധനങ്ങളും സേവനങ്ങളും ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിൽക്കുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ ഇതിനുദാഹരണങ്ങളാണ്. രണ്ടാമത്തെ മാതൃകയാണ് ബിസിനസ് ടു ബിസിനസ് B2B. ഇത് വിതരണ ശൃംഖലയ്ക്കുള്ളിലെ ഇടപാടുകൾ എളുപ്പമാക്കുന്നു. അതായത് ബിസിനസ്സുകൾ തമ്മിലുള്ള ഇലക്ട്രോണിക് ഇടപാടുകളാണ് ഇതിലുൾപ്പെടുന്നത്. ഉദാഹരണത്തിന് ഒരു നിർമ്മാതാവ് ഒരു മൊത്തക്കച്ചവടക്കാരന് ഒരു പൊതു പോർട്ടൽ വഴി സാധനങ്ങൾ വിൽക്കുന്നതുപോലെ. മൂന്നാമത്തെ മാതൃക കൺസ്യൂമർ ടു കൺസ്യൂമർ C2C. വ്യക്തികൾക്ക് പരസ്പരം നേരിട്ട് ഇടപാട് നടത്താൻ അനുവദിക്കുന്നു. ഇതിൽ ഉപഭോക്താക്കൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പരസ്പരം സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നു. OLX, ഫേസ്ബുക്ക് മാർക്കറ്റ്പ്ലേസ് എന്നിവ ഉദാഹരണങ്ങളാണ്. നാലാമത്തെ മാതൃക കൺസ്യൂമർ ടു ബിസിനസ് C2B ആണ്. ഇത് പരമ്പരാഗത B2C മാതൃകയുടെ ഒരു വിപരീത രൂപമാണ്. ഇവിടെ വ്യക്തികൾ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു. ഫ്രീലാൻസ് വർക്ക് പ്ലാറ്റ്ഫോമുകളിൽ ഇത് സാധാരണയായി കാണാം. ഇത് വ്യക്തമാക്കുന്നത് ഈ മേഖല ഒരിടത്ത് നിൽക്കുന്നില്ല എന്നതാണ്. ഇത് നമ്മളെ ഒരു ചോദ്യത്തിലേക്ക് നയിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ വികസിക്കുമ്പോൾ ഇ-കൊമേഴ്സിന്റെ നിർവചനവും അതിന്റെ മാതൃകകളും എങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും?